എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന തള്ളിയിട്ട പന വീണു മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഇന്നലെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകടമുണ്ടായ കോതമംഗലത്ത് നിന്ന് എബിൻ ജോസും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുകയാണ്. ആദ്യം എബിൻ ജോസിലേക്ക് പോകുന്നു. എബിൻ, ഇന്നലെ വൈകിട്ടോടെയാണ് ഈ അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണത്തിലാണോ അതോ കാട്ടാന മറച്ചിട്ട പന അത് വീണാണ് ദാരുണാന്ത്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്താണല്ലോ. എന്താണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത? ഇവിടെ നിരന്തരം ഇങ്ങനെ കാട്ടാനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണോ? പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന ചെമ്പൻകുഴി ഭാഗത്താണ്. അതായത് ഈ നേര്യമംഗലത്ത് നിന്ന് കുമളി, കട്ടപ്പന അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ വഴിയുടെ അവർ ഏകദേശം കുമളി ഭാഗത്തു നിന്ന്, അതായത് കട്ടപ്പന ഭാഗത്തു നിന്ന് വരികയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടതുവശത്ത്, ഈ റോഡിൻ്റെ ഇടതുവശത്ത് വലിയ വനമേഖലയാണ്, കാട്ടാന ശല്യമുള്ള മേഖലയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പനയാണ് ഈ വിദ്യാർത്ഥികളുടെ മേലേക്ക് വീണത്. അവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആൻമേരിയെയും അൽത്താഫിനെയും ഇന്നലെ കോതമംഗലം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻമേരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അൽത്താഫ് ഇപ്പോൾ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരന്തരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണ്. ഏകദേശം 6ഓളം കാട്ടാനകൾ ഈ മേഖലയിൽ ഇത്തരത്തിൽ പന മറച്ചിട്ട് അത് ഭക്ഷിക്കുന്ന സ്ഥിതിയുണ്ട്. ആ രീതിയിൽ ഈ വഴിയിലെല്ലാം തന്നെ നിരന്തരമായി ഈ പനകൾ മറച്ചിടുന്ന സാഹചര്യമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടമുണ്ടായത്. അവർ സഞ്ചരിച്ച ബൈക്കിന് മേളിലേക്ക് ഈ പന വന്ന് വീഴുകയായിരുന്നു. ആന ഈ മുകളിൽ നിന്നാണ് ഇത് തള്ളിയിട്ടത്. പ്രദേശവാസികളായ ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി നമ്മളോട് പറയും. കാരണം ഇവിടെ ഈ ഫെൻസിങ് ഒന്നും കൃത്യമായിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിരന്തരമായിട്ട് കാട്ടാന ഉള്ള മേഖലയാണോ? ഇവിടെ നിരന്തരമായിട്ടുള്ളതാണ്. ഒരു 4-4.5 വർഷമായിട്ട് ഇവിടെ ഈ നിരന്തരമായി കാട്ടാനായിട്ട് ശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ഈ വഴിയിലേക്ക് പന തള്ളിയിടുന്ന സാഹചര്യമുണ്ടോ? വളരെ പനയിലേക്ക് ഈ റോഡിലേക്ക് തള്ളിയിടുന്നത് കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബാക്കിയെല്ലാം നമ്മുടെ കൃഷിയിടങ്ങൾ, ഇവിടെ സകലരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചിട്ടേക്കാണ്. വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ എങ്ങനെയുണ്ട്? വനംവകുപ്പിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെ മുൻനിർത്തി, ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളെ വരെ മുൻനിർത്തി പല സമര പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു ഗുണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ സമരമായിട്ട് DFO തലം തൊട്ട് ഞങ്ങൾ ഇവിടെ റേഞ്ച് ഓഫീസ് തൊട്ട് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇതിൻ്റെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫെൻസിങ് റെഡിയായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ ഫെൻസിങ്ങിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അറിയാം, ഈ വഴി ഒരു പ്രധാന പാതയാണ്. അപ്പോൾ ഇത് ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഇത്തരത്തിൽ നേരത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മുള്ളരിങ്ങാട് ഭാഗത്തു നിന്നും അശാസ്ത്രീയമായിട്ട് വനംവകുപ്പിൻ്റെയും അവിടുത്തെ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഇടപെടൽ കൊണ്ട്, നേരത്തെ പറഞ്ഞാണ്, അവരവിടെ ഇരുന്നുകൊണ്ട് പേപ്പറിൽ നോക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കി ഇതിനെ ഓടിച്ച് ഇതുപോലെ ഇതിലെ കടത്തി അപ്പുറത്ത് വിടാവുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ലെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞങ്ങൾ സഹകരിക്കാം എന്നൊക്കെ അവർക്ക് വാക്കുകൊടുത്തു. വളരെ അശാസ്ത്രീയമായിട്ട് ഇവർ ഈ ആനകളെ പ്രകോപിപ്പിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആനകളെല്ലാം വയലൻ്റാണ്. കുറേ നാളുകളായിക്കൊണ്ട് ഇപ്പം ആനകൾ വയലൻ്റാണ്. 2 ആഴ്ച മുമ്പാണ് ഇവർ ഇത് നടത്തിയത്. ഇന്നലെയാണെങ്കിൽ ഇതിന് ശേഷം ഈ ആന 2-2.5 മണിക്കൂർ ഇവിടെ നിന്ന് കൊലവിളി നടത്തിയിട്ടാണ് ഇത് താഴോട്ടിറങ്ങിയപ്പോൾ. ഈ അപകടത്തിന് ശേഷം ആന ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ നേരം ഈ ആനകൾ ഇവിടെ കൊലവിളി നടത്തുമായിരുന്നു. ഞങ്ങൾ കുറേ പേര് ഇവിടെ വന്നു നിന്നു. കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പോയി അതിലെ താഴെ ഇറങ്ങി ഒരെണ്ണം ശരി. അത്തരത്തിൽ തുടർച്ചയായി കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണെന്നാണ് പ്രദേശവാസി തന്നെ പറയുന്നത്. വിഷ്ണു സുരേഷ് കൂടിയുണ്ട് നമ്മോടൊപ്പം. വിഷ്ണു, ഈ ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി ഹോസ്പിറ്റലിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നത്? അതിനുശേഷം എപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും? ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആൻമേരിയുടെ ബന്ധുക്കൾ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അവർ എത്തിയത്. നിലവിൽ അവർ കാഷ്വാലിറ്റിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോടുകൂടി ആരംഭിക്കും. അപ്പോഴേക്കായിരിക്കും ഡോക്ടർമാരടക്കം ഇങ്ങോട്ടേക്ക് എത്തുക. അതിദാരുണമായ ഒരു മരണം. ഒരുപാട് പ്രതീക്ഷകളുമായി കൊച്ചിയിലേക്ക് എത്തിയ വിദ്യാർത്ഥിയാണ്, പാലക്കാട് സ്വദേശിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത്. ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവില്ലാത്ത തരത്തിലൊരു മരണം എന്ന് വിശേഷിപ്പിക്കാം. വളരെ അപ്രതീക്ഷിതം. ഇനി ഇത് മരണകാരണം എന്ത് എന്നുള്ളതാണ് അറിയാൻ
മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്റേണൽ ഇഞ്ചുറിയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ ഈ പോസ്റ്റ്മോർട്ടം ഏറെ നിർണായകമാകുമെന്നാണ് മനസ്സിലാകുന്നത്. 9 മണിയോടുകൂടി ഒഫീഷ്യൽസ് എത്തും. പോലീസ് സർജൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരിക്കും നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. പ്രത്യേകിച്ച് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോസ്റ്റ്മോർട്ടം അത്തരത്തിൽ ക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.